റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഗ്രാഫുകളും അതിന്റെ ഡൊമൈനും റേഞ്ചും നമുക്ക് ഇത്തിരി എക്സ്ട്രാ പഠിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസുകളാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പുകളാണ്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, അടുത്തത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2, അടുത്തത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2. ഈ മൂന്ന് പേരുടെ ഗ്രാഫും നെക്സ്റ്റ് ഡൊമൈനും റേഞ്ചും. നമ്മൾ y ഈക്വൽ എക്സ് സ്ക്വയർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. y ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു പരാബോളയാണ്, ഇങ്ങനെ നമുക്ക് വളഞ്ഞിരിക്കും കേട്ടോ. പരാബോള ഷേപ്പ് ആണ് y ഈക്വൽ എക്സ് സ്ക്വയർ. ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് നമുക്ക് വരുന്നത്. ഈ ഷേപ്പിലാണ്. ഇതാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. നമുക്കത് ടേബിൾ കോളം എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പം പിടി കിട്ടും. നമുക്ക് ഇത് എക്സ്, ഇത് y എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇതിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരുകളാണ് കേട്ടോ. അപ്പൊ y ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇത് ഒറിജിനിൽ വന്ന് ഇങ്ങനെ ഇടിച്ചിട്ട് മണ്ടയ്ക്ക് കിട്ടും. കാരണം നമ്മൾ നോക്കിക്കേ, ഇപ്പൊ ഒരു ടേബിൾ കോളം വരച്ചിട്ട് എക്സിൽ നമ്മളിപ്പോൾ -1 കൊടുത്തു. -1 കൊടുത്താൽ വൈയുടെ വാല്യൂ കിട്ടുന്നത് -1 ദ ഹോൾ സ്ക്വയർ. ശരി, എക്സിന്റെ പ്ലേസിൽ -1 കൊടുത്താൽ -1 ദ ഹോൾ സ്ക്വയർ ഈസ് 1. അപ്പൊ -1 1. അപ്പൊ -1 ഇവിടെയാണ്, 1 ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് പോയിന്റ് കേട്ടോ. അപ്പൊ അടുത്ത -2 നമുക്ക് -2 കൊടുത്തു കഴിഞ്ഞാൽ 4 വരും കേട്ടോ. 4. ഓക്കെ, ഇനി അടുത്ത 0 കൊടുത്താൽ നമുക്ക് ആരെ കിട്ടും? 0 0. നെക്സ്റ്റ് 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന എത്ര മോനെ? 1 സ്ക്വയർ. എക്സിന്റെ പ്ലേസിൽ 1 കൊടുത്താൽ നമുക്ക് 1 സ്ക്വയർ കിട്ടും. അപ്പൊ 1 1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അപ്പൊ 1 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. ഓക്കെ, അടുത്ത 2 കൊടുത്തു കഴിഞ്ഞാൽ 4 കിട്ടും. 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 4 കിട്ടും. ഇങ്ങനെ കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ട് ഇതെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് y ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോളയുടെ ഗ്രാഫ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2, y ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് 2. ഇതിന്റെ ഡൊമൈനും റേഞ്ച് നോക്കിക്കോ. നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രാഫിൽ നിന്നും ഡൊമൈന് റേഞ്ചിനെ കണ്ടുപിടിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഡൊമൈൻ ഫ്രം എക്സ് ആക്സിസ് ആൻഡ് റേഞ്ച് ഫ്രം y ആക്സിസ്. അതാണ് എന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസും റേഞ്ച് എന്ന് പറഞ്ഞാൽ y ആക്സിസും. ഈ ഗ്രാഫ് ഈ എക്സ് ആക്സിസിന്റെ നോക്കിക്കേ, ഇതിങ്ങനെ നോക്കി, ഇതിന്റെ ഈ എക്സ് ആക്സിന് മണ്ടയ്ക്ക് എവിടം വരെ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ വൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മണ്ടയ്ക്ക് ഓട്ടം കേട്ടോ. പോയി എവിടം വരെ പോകാം? അങ്ങ് കൂടി ഇൻഫിനിറ്റി വരെ കൂടാം കേട്ടോ. ഈ ഗ്രാഫ് എക്സ് ആക്സിന്റെ മണ്ടയ്ക്ക് ഇപ്പൊ നിങ്ങൾ ഈ 1ന്റെ മണ്ടയ്ക്ക് കാണുന്നുണ്ട്, 2ന്റെ മണ്ടയ്ക്ക് കാണുന്നുണ്ട്, ഇനി വരച്ചതിന് 3യുടെ മണ്ടയ്ക്ക് കാണും, 4ന്റെ മണ്ടയ്ക്ക് കാണും. അങ്ങനെ വരച്ച് അങ്ങ് ഈ എക്സ് ആക്സ് എവിടം വരെ നീളുന്നോ അങ്ങനെ മണ്ടയ്ക്കോട്ട് പോകും. അപ്പൊ വലത്തെ സൈഡിലോട്ട് പ്ലസ് ഇൻഫിനിറ്റി. നെക്സ്റ്റ് ഇടത്തെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നോക്കിക്കേ, അങ്ങനെ അങ്ങ് പോകും. ഇത് ഇവിടെ ഇങ്ങനെ പോവാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി. കാരണം മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, അതാണ് കേട്ടോ. ക്യാപിറ്റൽ ആറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന ഇന്റർവെല്ലിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ആർ. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ y ആക്സിസ് ഉണ്ടല്ലോ, ഈ y ആക്സിസിന്റെ എവിടം തൊട്ട് എവിടം വരെ ഉണ്ടോ. അപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലായി, ഗ്രാഫ് മണ്ടയ്ക്കോട്ടാ പോയിക്കണം, താഴോട്ടല്ല, മണ്ടയ്ക്കോട്ട് പോവാ ഇല്ലേ. അപ്പൊ നമ്മൾ നോക്കണം, മണ്ടയ്ക്കോട്ട് പോവാണെങ്കിൽ താഴെ എവിടം വരെ വന്നിട്ടുണ്ടോ നോക്കണം. നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നതാണ് ഇന്നടം തൊട്ട് ഇന്നടം വരെ. നമ്മുടെ വൈഫൈയുടെ റേഞ്ച് എന്നൊക്കെ പറയുന്നത് ഇന്നടം തൊട്ട് ഇന്നടം വരെയാണ് റേഞ്ച് കിട്ടുന്നത്. അതേപോലെ ഇവിടെയും ഈ y ആക്സിസിന്റെ പൊക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, താഴെ ഇങ്ങനെ മണ്ടയ്ക്കോട്ട് y ആക്സിസ് പോവാ. പക്ഷെ നിങ്ങൾ ഗ്രാഫ് കാണുന്ന നോക്കിക്കേ, ഇവിടുന്ന് താഴോട്ട് കാണുന്നില്ല കേട്ടോ. ഇത് y ആക്സിസിന്റെ നെഗറ്റീവ്, ഇവിടെ y ആക്സിസിന്റെ പോസിറ്റീവ്, ഇവിടെ y ആക്സിസിന്റെ 0, ഇവിടെ മൈനസ് താഴോട്ട്, മണ്ടയ്ക്കോട്ട് പ്ലസ്, ഇവിടെ 0. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ y ആക്സിന്റെ നെഗറ്റീവിലോട്ട് ഗ്രാഫ് കാണുന്നേ ഉള്ളൂ. അപ്പൊ എവിടെ വരെ താങ്ങുന്നുണ്ട്? 0 വരെ താങ്ങുന്നുണ്ട് അല്ലെ. 0ത്തിൽ നിന്ന് മണ്ടയ്ക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാഫ് മണ്ടയ്ക്കോട്ട് പോയി ഏറ്റവും വലുത് പ്ലസ് ഇൻഫിനിറ്റി, ഏറ്റവും താഴെ വരുന്നത് മൈനസ് ഇൻഫിനിറ്റി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പക്ഷേ മൈനസ് ഇൻഫിനിറ്റിയിലോട്ടൊന്നും ഗ്രാഫ് വന്നിട്ടില്ല, ഇവിടം വരെ ഉള്ളൂ. അപ്പൊ ഇവിടം വരെ എന്ന് പറഞ്ഞാൽ 0 വരെ താന്നിട്ടുള്ളൂ കേട്ടോ. ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് മണ്ടയ്ക്കോട്ട് പോവാം. അപ്പൊ 0 വരെയാണ് ഇതിന്റെ താഴത്തെ ലെവൽ. പക്ഷെ മണ്ടയ്ക്കോട്ട് നമുക്ക് ഇതിങ്ങനെ മണ്ടയ്ക്കോട്ട് പൊങ്ങി ഇവിടം വരെ പോകാം. ദാറ്റ് ഈസ് 0 ടു ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് y ആക്സിസിനും x ആക്സിസിനും നമ്മൾ ഡൊമൈനും റേഞ്ചും നമ്മൾ ഇങ്ങനെയാണ് കണ്ടുവരുന്നത്. എപ്പോഴും ഓർക്കണം, x ആക്സിസ് എന്ന ഡൊമൈനും y ആക്സിസ് എന്ന റേഞ്ചും. ഓക്കെ, നെക്സ്റ്റ് y ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2. y ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം വരയ്ക്കാൻ പറ്റും. ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് -1, ഇത് -2, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്.
നമുക്കറിയാം ഇപ്പൊ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നമുക്കറിയാം ഒരു പരാബോള ഷേപ്പിൽ ഒറിജിനിൽ വന്ന് ഇടിച്ചിട്ട് മണ്ടയ്ക്കോട്ട് പോയി. ഇത് കണ്ട് എക്സ് സ്ക്വയർ മാത്രമല്ല, അതിനോട് രണ്ടോടെ കൂടുതലാണ്. അപ്പൊ ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫിനോടുകൂടി 2 കൂടുക എന്ന് പറഞ്ഞാൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്തു, കൂടി അല്ലെ. അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് എന്ത് ചെയ്തു, ഒരാൾ ഈ ഗ്രാഫ് എടുത്ത് മണ്ടയ്ക്കോട്ട് പൊക്കി വെച്ച മാതിരിയാവും. എത്ര കൂടെ കൂടുതൽ, 2 യൂണിറ്റ് കൂടെ കൂടുതലായി കേട്ടോ. എക്സ് സ്ക്വയർ ഇവിടെ വരെയാ. എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിനേക്കാൾ 2 കൂടിയില്ലയോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഗ്രാഫ് ഇച്ചിരി പൊങ്ങി മണ്ടയ്ക്കോട്ട് പോയിട്ട് എന്നിട്ട് ഇവിടെ വന്ന് തിരിഞ്ഞിട്ട് പോകും. ഇതാണ് ഇതിന്റെ ഗ്രാഫ്. ഓക്കെ ആണല്ലോ, ഇത്രയുള്ള സിമ്പിൾ. അപ്പൊ എക്സ് സ്ക്വയറിന് അറിയാമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2 ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 3 എന്തായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ. ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് 3. അപ്പൊ എളുപ്പം നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 3, എക്സ് സ്ക്വയർ പ്ലസ് 4, എക്സ് സ്ക്വയർ പ്ലസ് 1 എല്ലാം മണ്ടേ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2 എന്താണെന്ന് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിൽ വരണം എന്നെങ്കിലും നിങ്ങളുടെ പഠിത്തം കണ്ടിന്യൂറ്റി ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിക്കേ, അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലായി ഇവിടെ വന്ന് ഗ്രാഫ് ഇടിച്ചിട്ട് പോകും കേട്ടോ. ഇത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ലോജിക്കൽ വേ ആണെങ്കിൽ എളുപ്പം. ഇനിയിപ്പോ എക്സ് സ്ക്വയർ മൈനസ് 2 മാറി എക്സ് സ്ക്വയർ മൈനസ് 3 ആണെങ്കിൽ ഇച്ചിരി താഴോട്ട് പോകും. എക്സ് സ്ക്വയർ മൈനസ് 4 ആണെങ്കിൽ ഇച്ചിരി താഴോട്ട് പോകും. എപ്പോഴും പരാബോള ഷേപ്പ് തന്നെയാണ്, പക്ഷേ എന്താണ്, താഴോട്ടാണോ മണ്ടയ്ക്കോട്ടാണോ എന്നത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ നോക്കാം. ഡൊമൈൻ നോക്കിയാൽ ഇതിന്റെ എല്ലാം ഡൊമൈൻ നിങ്ങൾക്ക് നോക്കിയാൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഓർ അരമനെ ഓർ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ എക്സിന്റെ പ്ലേസ് നമുക്ക് ആരെയും കൊടുക്കാം. റിയൽ നമ്പറിന്റെ ആരെങ്കിലും കൊടുക്കുന്നൊരു പ്രോബ്ലം ഉണ്ടോ? മൈനസ് നമ്പർ കൊടുത്താൽ ആൻസർ കിട്ടും, പ്ലസ് നമ്പർ കൊടുത്താൽ ആൻസർ കിട്ടും, 0 കൊടുത്താൽ ആൻസർ കിട്ടും, എല്ലാം കൊടുത്താൽ ആൻസർ കിട്ടും. അതാണ് ഈ ആർ എന്ന ഉദ്ദേശം കേട്ടോ. അല്ലെങ്കിൽ തന്നെ എക്സ് ആക്സിസ് ഉണ്ടോ, ഗ്രാഫ് ഇങ്ങനെ വൈഡായിട്ട് പോകും. എക്സ് ആക്സിന്റെ പ്ലസ് ഇൻഫിനിറ്റിയും എക്സ് ആക്സിന്റെ മൈനസ് ഇൻഫിനിറ്റിയും മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വൈഡായിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുഴുവൻ നമ്പറിനും കൊടുക്കാം ഓർ ക്യാപിറ്റൽ ആർ. ഓക്കെ, റേഞ്ച് ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്, വൈ ആക്സിസിന്റെ പൊക്കം നോക്കണം. മണ്ടയ്ക്കോട്ട് ഇതിപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ടയ്ക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എവിടെ വരെ താന്നേക്കുന്നത് നോക്കണം. താന്നേക്കുന്നത് നിങ്ങൾ നോക്കിയത് ഇവിടെ വൈ ആക്സിന്റെ ഏത് നമ്പർ വരെ ഉള്ളൂ, 2 വരെ താന്നുള്ളൂ. കണ്ടോ, താഴോട്ട് ഗ്രാഫ് ഇല്ല, ഈ 2ന്റെ താഴോട്ട് ഗ്രാഫ് ഇല്ല. ഇപ്പൊ 2 വരെയാണ് ഏറ്റവും ചെറിയ നമ്പർ. therefore range is equal to 2 to infinity കേട്ടോ. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ ഡൊമൈൻ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഡൊമൈൻ അപ്പോഴും ആര് തന്നെയാണ്, ക്യാപിറ്റൽ ആർ. ഓക്കെ, കാരണം എക്സ് ആക്സിസ് ഇങ്ങനെ എക്സ് ആക്സിന് ഫുള്ള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ എക്സിന് റിയൽ നമ്പറിൽ ആരെയും കൊടുക്കാം. എപ്പോഴും ഡൊമൈൻ നമ്മുടെ റിയൽ നമ്പറിൽ നിന്നും എക്സിന് ആരെയൊക്കെ കൊടുക്കാവുന്നതാണ്. ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ എക്സിന് റിയൽ നമ്പറിൽ ഇന്നത് കൊടുക്കരുത് എന്നൊക്കെ കിട്ടും. ഫ്രാക്ഷൻ ഒക്കെ വരുമ്പോൾ ഡിനോട്ടർ 0 ആവാതിരിക്കാൻ എക്സിന് ഇന്നത് കൊടുക്കരുത് എന്നൊക്കെ പറയത്തില്ല. അതേപോലെ ഇവിടെ ഫ്രാക്ഷൻ ഒന്നുമില്ല, ഒരു പോളിനോമിയൽ എപ്പോഴും ഏത് പോളിനോമിയൽ ടൈപ്പ് വന്നാലും അതിന്റെ ഡൊമൈൻ എപ്പോഴും ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1, എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് ക്യൂബ് പ്ലസ് 1, 2x പ്ലസ് 1, 3x പ്ലസ് 1 ഇങ്ങനെയൊക്കെ എപ്പോ പോളിനോമിയൽ വന്നാലും ഡൊമൈനെ കുറിച്ച് ഡൗട്ട് വേണ്ട, ക്യാപിറ്റൽ ആർ. ഓക്കെ, പക്ഷെ റേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. റേഞ്ച് നിങ്ങൾ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ ഇത് മണ്ടയ്ക്കോട്ടാ, താഴോട്ടല്ല ഗ്രാഫ്, ഇങ്ങനെയല്ല, താഴോട്ട് പോകില്ല, മണ്ടയ്ക്കോട്ട്. അപ്പൊ മണ്ടയ്ക്കോട്ട് പോകുന്ന ഗ്രാഫിന്റെ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കണം, വൈ ആക്സിസ്. വൈ ആക്സിസ് ഇതാണ് ഇവിടെ വരെ തന്നിട്ടുണ്ട് അല്ലെ. എപ്പോഴും റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിന്റെ ആ ലെവലാണ് നോക്കേണ്ടത്. ലെവൽ നോക്കുമ്പോൾ ഇവിടെ വരെ താന്നുള്ളൂ അല്ലെ, മൈനസ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ -2 to ആരാണ്, ഇൻഫിനിറ്റി. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് സ്ക്വയർ മൈനസ് 2. നെക്സ്റ്റ് നമ്മുടെ അടുത്ത 2 പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The function f is defined as f of x equal to 1 minus x, x less than 0, 1, x equal 0, x plus 1, x greater than 0. ഇങ്ങനെ 3 ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നു. നെക്സ്റ്റ് ഡ്രോ ദ ഗ്രാഫ്, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അടുത്ത വേറെ ഉണ്ട്, നമുക്ക് 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടല്ലോ. നമുക്ക് ഇതിനെ കുറിച്ച് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ആസ് എഫ് ഇത് 1 മൈനസ് എക്സ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ടാബിൾ കോളം വരച്ചാൽ ഇത്തിരി ഒന്ന് മനസ്സിലാവും കേട്ടോ. ഒരു ടാബിൾ കോളത്തിലൂടെ നമുക്ക് ആദ്യം നിന്ന് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, ഇവിടെ എക്സ്, ഇത് എഫ് ഓഫ് എക്സ് എന്നോ വൈ എന്നോ പേരെടുക്കുന്നു കേട്ടോ. ഇവിടെ ഈ വൈയുടെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വെറും വൈ എന്ന് കൊടുക്കാം, രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ഞാനപ്പോ ആദ്യം ഒരു -3 തൊട്ട് -3, -2, -1, 0, 1, 2, 3 നെഗറ്റീവ് തൊട്ട് പോസിറ്റീവ് വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നാ.
എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്നാണ്, ഇത് എക്സ് ഈക്വൽ ടു 0. അപ്പൊ 3 കേസ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യണം. 3 ഫംഗ്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ലെസ് ദാൻ 0 ഇത് ഇയാളാ, ഗ്രേറ്റർ ദാൻ 0 ഇത് ഇയാളാ, ഈക്വൽ ടു 0 ഇത് ഇയാളാ. അപ്പൊ 3 ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ആദ്യം എക്സിന് -3 കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നെഗറ്റീവ് നമ്പറാണ്, ഇവിടെ എല്ലാം പോസിറ്റീവ്. അപ്പോൾ ഈ മൂന്ന് നമ്പർ നെഗറ്റീവ്സുകളെല്ലാം കൊടുക്കുന്നത് ഇവിടെ ആയിരിക്കണം. ഇത് 3 പോസിറ്റീവ് ആണ്, +1 +2 +3, അതെല്ലാം ഇവിടെ കൊടുക്കണം. മനസ്സിലായോ മീനിങ്? അപ്പൊ പോസിറ്റീവ് നമ്പർ കൊടുക്കുമ്പോൾ ഇവിടെയും, നെഗറ്റീവ് നമ്പർ എല്ലാം കൊടുക്കുമ്പോൾ ഇവിടെയും, 0 കൊടുക്കുന്നത് ഇവിടെയും. ഇതാണ് കണ്ടോ, 3 കണ്ടോ, എക്സ് ഈക്വൽ 0 ഇയാള്, നെഗറ്റീവിൽ ഇയാള്, പോസിറ്റീവിൽ ഇയാള്, 3 ആയിട്ട്. അപ്പൊ നമുക്ക് ആദ്യം നെഗറ്റീവ് നമ്പർ കൊടുക്കാം. അപ്പൊ നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ ഇവിടെയാണ് കേട്ടോ. അപ്പൊ 1 മൈനസ് -3 ആണ് കൊടുക്കുന്നത് കേട്ടോ, -3 കൊടുക്കുന്നത് കേട്ടോ. -3 കൊടുക്കുമ്പോൾ ഈ എക്സിന്റെ പ്ലേസിൽ -3 കൊടുക്കുമ്പോൾ 1 -3 ഉണ്ടോ, 1 -3. അപ്പൊ 1 + 3 ആൻസർ ആയി കിട്ടി 4. ഓക്കെ, ഇനി -2 കൊടുക്കാം. -2 കൊടുക്കുമ്പോൾ 1 -2 ഉണ്ടല്ലോ, 1 -2 ദാറ്റ് ഈസ് 1 + 2 3. അടുത്ത -1 കൊടുക്കുമ്പോൾ 1 -1 1 + 1 2. അപ്പൊ നമുക്ക് 2. അപ്പൊ നമ്മുടെ പോയിന്റ് വരുന്നത് -3 4 എന്ന് പറയുന്നൊരു പോയിന്റ് കിട്ടും, -2 3 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും, -1 2 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. 0 കൊടുക്കുമ്പോ കണ്ടോ ആൻസർ ആയിരുന്നോ 1 എന്ന് എടുത്തേക്കാം. നിങ്ങളൊന്നും ചെയ്യുമെന്ന് വേണ്ട, 0 ആണെങ്കിൽ ആൻസർ 1 എടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ 0 ആകുമ്പോൾ ചെയ്യുമെന്ന് വേണ്ട, 1 എടുക്കണം. അപ്പൊ 0 1. അപ്പൊ അടുത്ത പോയിന്റ് 0 1. ഇനി 1 കൊടുക്കുമ്പോൾ ഇത് 3 പോസിറ്റീവ് ആണ്, ഇത് 3 പോസിറ്റീവ് അല്ലേ. പോസിറ്റീവ് കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കണം, ഇവിടെ x+1 കൊടുക്കണം. അപ്പോൾ എക്സിന് ആദ്യം 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ x+1 കൊടുക്കുമ്പോൾ 1 + 1 2. അപ്പൊ 1 2. അടുത്തത് 2 കൊടുക്കണം. 2 കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കണം, എല്ലാം പോസിറ്റീവ് ആകുമ്പോൾ എല്ലാം ഇവിടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ 3ന്റെ മീനിങ് മനസ്സിലായല്ലോ. എക്സിന് കൊടുക്കുന്ന നമ്പറുകളുടെ സൈനിലാണ് നമ്മൾ ഫംഗ്ഷനെ മാറി യൂസ് ചെയ്യേണ്ടത്. നെഗറ്റീവ് നമ്പർ എല്ലാം കൊടുക്കുമ്പോൾ ഇവിടെ കൊടുത്ത് ചെയ്യണം, പോസിറ്റീവ് നമ്പർ എല്ലാം കൊടുക്കുമ്പോൾ ഇവിടെ കൊടുത്ത് ചെയ്യണം, 0 കൊടുക്കുമ്പോൾ 1 നിങ്ങൾ എടുക്കണം എന്നാണ് കേട്ടോ. ഓക്കെ, 1 + 2. അപ്പൊ നമുക്ക് 1 + 1 2. അപ്പൊ 1 2 കിട്ടി, 2 കൊടുക്കുമ്പോൾ 3 കിട്ടും, 3 കൊടുക്കുമ്പോൾ 4 കിട്ടും, എല്ലാം ഇവിടെയാണേ. അപ്പൊ നമുക്ക് 2 3 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും, 3 4 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് അങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നോക്കിയേ, -3 -2 -1 ഇത് 0, ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3 ഇങ്ങനെ പോകും. 1 2 3 4 എക്സെട്ര. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, എല്ലാം ഓക്കെ. ആദ്യത്തെ പോയിന്റ് -3 4. -3 4 വരുമ്പോൾ -3 മണ്ടയ്ക്കോട്ട് 4 ഉണ്ടോ, ഇവിടെ ഉണ്ടല്ലോ, -3 4 ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അടുത്തത് -2 3 -2 3 വേണ്ടി ഇവിടെ പോയിന്റ് കൊടുക്കുക, ശ്രദ്ധയാണല്ലോ, -2 3. അടുത്ത -1 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അടുത്തത് ആരാണ്, 0 കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ വരും. 0 കൊടുക്കുമ്പോൾ 0 1 ആണ് കേട്ടോ, ഇവിടെയാണ് 0 1 കേട്ടോ. 0 0 അല്ല, 0 1 0 1 ഉണ്ട്, ഇവിടെയാണ് കേട്ടോ. അപ്പോൾ -3 2 -3 4 ആണ് ഇത് -2 3 ആണ്, ഇത് -1 2 ആണ്, ഇത് 0 1 ആണ്. അടുത്ത ആരാണ്, 1 2. അടുത്ത 1 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, 1 2 ഇവിടെ വരും കേട്ടോ. ഇങ്ങനെ ഇതിന് നേരെ 1ന് നേരെ. അടുത്ത് 2 3 ഇവിടെ വരും, 2 3, അടുത്ത 3 4 ഇവിടെ വരും. ഓക്കെ, ഇത് ഇങ്ങനെ അങ്ങോട്ട് ജോയിൻ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ വരച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് മോഡുലസിന്റെ ഗ്രാഫ് ആയിരുന്നു. ആരായിരുന്നു, മോഡുലസിന്റെ ഗ്രാഫ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് മോഡുലസ് x + 1 ആയിരുന്നു. അത്രേ ഉണ്ടായിരുന്നു കേട്ടോ, മോഡുലസ് x + 1ന്റെ ഗ്രാഫ് ആയിരുന്നു. പക്ഷെ അതിന് വേറെ രീതിയിൽ കൂടെ ഡിഫൈൻ ചെയ്ത് തന്നേക്കുന്നുണ്ട്. രണ്ടും നമ്മൾ മോഡുലസ് x + 1 എങ്ങനെ വരയ്ക്കൊണ്ടിരുന്നത്, മോഡുലസ് x ഇങ്ങനെയായിരുന്നു അല്ലേ. മോഡുലസ് x എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ വന്ന് ഇങ്ങനെ ഇരിച്ചിട്ട് വന്ന് V ഷേപ്പാണ്. അപ്പൊ ഇതായിരുന്നു മോഡുലസ് x ആണെങ്കിൽ ഇങ്ങനെ. പക്ഷെ മോഡുലസ് x + 1 അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ഗ്രാഫ് ലിഫ്റ്റ് ആവും. അതാണ് ഒരു യൂണിറ്റോടെ കൂടി മണ്ടയ്ക്ക് കണ്ടോ. ഈ ഗ്രാഫിനെ എടുത്തിട്ട് മണ്ടയ്ക്ക് താഴെ ഇവിടുന്ന് മണ്ടയ്ക്കോട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒന്ന് തന്നെയാണ്. ഇത് ആക്ച്വലി മോഡുലസ്. അപ്പൊ മോഡുലസ് x + 1 എന്ന് ചോദിച്ചാലും ഇങ്ങനെ ചോദിച്ചാലും ഒറ്റ ഗ്രാഫ് ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ, രണ്ടും ഒന്ന് തന്നെ കേട്ടോ. അപ്പൊ മോഡുലസ് x + 1 ആയിരുന്നു. പക്ഷെ നമുക്കത് വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എടുത്തുള്ളൂ. ഇങ്ങനെ കണ്ടാൽ മോഡുലസ് x + 1 ആണെന്ന് തോന്നത്തില്ലായിരുന്നു അല്ലേ. ഓക്കെ, ഇനി ഇതിന്റെ ഡൊമൈൻ, നമുക്ക് ഇനി ഡൊമൈൻ നോക്കാം.
ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആരമാനെ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരം കൊടുക്കാം. ഈ മോഡുലസ് എക്സ് പ്ലസ് 1 എന്ന് നോക്കിക്കേ, നമ്മൾ നെഗറ്റീവ് നമ്പർ എടുത്തു, പോസിറ്റീവ് നമ്പർ എടുത്തു, 0 കൊടുത്തു, എല്ലാം കൊടുക്കാം. ഇപ്പൊ നെഗറ്റീവും പോസിറ്റീവും 0 എല്ലാം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ റിയൽ നമ്പർ എല്ലാം കൊടുക്കുന്നെങ്കിൽ ആരെയും നമുക്ക് ഒഴിവാക്കണ്ട. therefore ഡൊമൈൻ ഈസ് ക്യാപിറ്റൽ ആർ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗ്രാഫിന് എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രാഫ് മണ്ടയ്ക്കോട്ട് പോകാണ്ട് വി ഷേപ്പ് മണ്ടയ്ക്കോട്ട് പോവാ. അപ്പൊ നിങ്ങൾ എവിടെ വരെ താന്നു നോക്കണം. 1 വരെ താന്നുള്ളൂ. 1ന്റെ താഴോട്ട് ഗ്രാഫ് ഇല്ല കണ്ടോ, 1ന്റെ താഴോട്ട് ഗ്രാഫ് ഇല്ല, 1 വരെ വന്നിട്ടുള്ളൂ. ഇപ്പൊ 1ന്റെ അവിടുന്ന് മണ്ടയ്ക്കോട്ട് കണ്ടോ, വൈ ആക്സിന്റെ നമ്മൾ പൊക്കം നോക്കുമ്പോൾ ലെവൽ നോക്കുമ്പോൾ വൈ ആക്സിന്റെ മണ്ടയ്ക്കോട്ട് ഗ്രാഫ് വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ വരെ കൂടാം 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. അതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത്. ഈ പ്രോബ്ലം നമുക്ക് ഉടനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പബ്ലിക്കേഷൻ ഈയിടെ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുട്ടികളാരും ഒന്ന് എഴുതാതെ പോയൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മിസ്സലേനിയസ് എക്സസൈസ്, റെഗുലർ എക്സസൈസിലുള്ളതല്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓർ നോട്ട്? ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഡിഫൈനർ ഉണ്ട്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഡിഫൈനർ ഉണ്ട്. ഇതിൽ ഏതാണ് ഫംഗ്ഷൻ? ഏതോ ഒരെണ്ണം ഫംഗ്ഷൻ അല്ല. ഇത് ഒരെണ്ണത്തിൽ ഒരാൾ ഫംഗ്ഷൻ അല്ല, ഒരാൾ ഫംഗ്ഷൻ ആണ്. ഏതാണ് ഫംഗ്ഷൻ, ഏതാണ് ഫംഗ്ഷൻ അല്ലാത്തത്? അപ്പൊ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ആദ്യം ഇത് നമുക്ക് എങ്ങനെ ഇതിന്റെ മെത്തേഡ് ശരിയാ, ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് ആക്ച്വലി ഒരു പരിചയമില്ല. നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു വഴിയും നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ശരിയല്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശ്രദ്ധിക്കണം. നമുക്കറിയാം ഫംഗ്ഷൻ എന്ന് പറയുന്ന മീനിങ് എന്താണ്. നമ്മുടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആകണമെങ്കിൽ നമ്മൾ ഓർഡേർഡ് പേര് വെച്ച് നോക്കുവാണെങ്കിൽ 1 and only 1 റിലേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ ഒരു ഇമേജേ കാണാവുള്ളൂ, ഒരാൾക്കൊന്ന് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 1 3 2 5 2 7 ഇങ്ങനെ കണ്ടപ്പോ ഇയാള് ഫംഗ്ഷൻ അല്ല. ഇപ്പൊ ഇങ്ങനെ 2 ഓർഡേർഡ് പേർ, ഒരേ നമ്പർ തുടങ്ങുന്ന 2 ഓർഡേർഡ് പേർ കിട്ടുന്നുവെങ്കിൽ എന്തല്ല, ഫംഗ്ഷൻ അല്ല. കേട്ടല്ലോ, ഒരേ നമ്പർ തുടങ്ങുന്ന 2 ഓർഡേർഡ് പേർ കിട്ടുന്നെങ്കിൽ പിന്നെ എന്തല്ലത്, ഫംഗ്ഷൻ അല്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ 2 5 2 7 അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ 3 ഓർഡേർഡ് പേരിനെ കണ്ടിട്ട് ഒരാൾ ചോദിക്കും ഇത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ടാ? 2 എന്ന് പറഞ്ഞ നമ്പറിന് 2 ഇമേജ് ഉണ്ട്. 1 and only 1 ഇമേജ്. അതാണ് നമ്മുടെ എന്ത് ഫംഗ്ഷന്റെ പ്രത്യേകത അല്ലേ. ഒരാൾ 1 and only ഒരു ഇമേജ് വേണം, ഒന്ന് മാത്രം. ഇപ്പൊ 2 ഉണ്ട് 5, പിന്നെയും 2 7 എന്ന് പറഞ്ഞാൽ 2 2 ഇമേജ് ആയില്ലേ. 2 5 2 എന്നാൽ നമ്മൾ വൈഫിന്റെ കല്യാണം കഴിയുന്ന പറയുമ്പോൾ 2 2 തവണ കല്യാണം കഴിച്ചു, തെറ്റാണ് കേട്ടോ. ഒരാൾ ഒന്ന് കെട്ടി, ഒന്ന് മതി. അതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 and only 1. ഒന്ന് വേണം, ഒന്ന് മാത്രം. ഒരു കല്യാണം വേണം, ഒന്നേ ആകാവുള്ളൂ. അതാണ് കേട്ടോ. അപ്പൊ ഇതല്ലേ, ഇതിപ്പോ മറ്റൊരു ഫംഗ്ഷൻ നോക്കിക്കേ. f = 1 3 2 4 3 7. ഇത് നോക്കിയാ ഇത് ഫംഗ്ഷൻ ആവുമ്പോൾ എന്തോ നമ്മൾ എന്തുകൊണ്ടാ 1ൽ ഒരെണ്ണമുണ്ട്, 2ൽ തുടങ്ങുന്നതാണ് 3. അപ്പം ഈ 3 പേരിൽ തുടങ്ങുന്ന ഓരോ ഓർഡേർഡ് പേരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഫംഗ്ഷൻ ആണോ അല്ലേ നോക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയാമോ? ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ ഉണ്ട്, ഇവിടെയും കണ്ടോ <= 3, ഇവിടെയും <= 3 ഉണ്ടോ? ഇവിടെ കണ്ടോ, ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2. ഇതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ x 0 <= 3 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 3 വരെ ഇവിടെ കൊടുക്കാം. ഇവിടെയും ഈക്വൽ ഉണ്ട്, അപ്പൊ ഇവിടെയും 3 ഉണ്ട് കണ്ടോ. ഇവിടെയും എക്സിന്റെ വാല്യൂ 3 ഉണ്ട്, ഇവിടെ ഉണ്ട് 3 = x. അപ്പൊ രണ്ടിടത്തും 3 വാല്യൂ ഉണ്ട്, രണ്ടിടത്തും 3 കൊടുക്കണം. 3 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. ഇവിടെ അതുപോലെ 2 ഉണ്ടോ, x <= എക്സിന്റെ വാല്യൂ 2, അത് ഇവിടെയും കൊടുക്കാം. ഇവിടെയും കണ്ടോ 2 = x. അപ്പൊ ഇവിടെയും x = 2 ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ രണ്ടിടത്തും കൊടുക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നോക്കണേ. ഞാൻ ആദ്യം ഇവിടെ എഫിനെ കുറിച്ചുള്ള ആ ഓർഡേർഡ് പെയർ പറയാണേ. എഫിനെ കുറിച്ചുള്ള ഓർഡേർഡ് പെയർ 3 വെച്ചുണ്ട്. അപ്പൊ നമുക്ക് വേണം 1 2 ഒക്കെ കൊടുക്കാം കേട്ടോ. 0 1 2 കൊടുക്കാം. 1 കൊടുത്താൽ ഇവിടെ കൊടുക്കാം, 2 കൊടുത്താൽ ഇവിടെ കൊടുക്കണം അല്ലേ. പക്ഷെ 4 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൊടുക്കണം. എന്തുകൊണ്ടാ? എക്സിന്റെ വാല്യൂ കൊണ്ട് 3 എക്സിന്റെ വാല്യൂ 3ൽ കൂടുമ്പോഴല്ലേ ഇവിടെ 3 <= x എന്ന് പറഞ്ഞാൽ x > 3 എന്നാണ് അർത്ഥം കേട്ടോ. തിരിച്ചെഴുതുമ്പോൾ അപ്പൊ 3 കൂടിയാൽ ഇവിടെ കൊടുക്കണം, 3 കുറഞ്ഞാൽ ഇവിടെ കൊടുക്കണം. 3 ആണെങ്കിൽ ഇവിടെയും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. അതാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. 3 ആണെങ്കിൽ ഇവിടെയും കൊടുക്കാം, ഇവിടെ കൊണ്ട് രണ്ടിടത്ത് ഈക്വൽ ഉണ്ട് കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ 3 എന്ന് പറഞ്ഞ നമ്പറാണ് ഈ f എന്ന് പറഞ്ഞ ഫംഗ്ഷനിലെ ഇമ്പോർട്ടന്റ്. ഇവിടെ 2 ആണ്, രണ്ടിടത്തും കാണുന്ന 2 ആണ്. അവിടെയാണ് നമുക്ക് പ്രോബ്ലം. അപ്പൊ നമുക്ക് ഞാനൊന്ന് ഒരു 1 കൊടുക്കുന്നത് കാണിക്കാം. 1 കൊടുക്കുമ്പോൾ എവിടെയാ കൊടുക്കുന്നത്? ഇവിടെ 1 കൊടുക്കുമ്പോൾ ഇവിടെ അല്ലേ. കണ്ടോ 0
0 തൊട്ട് 3 വരെ 0, 1, 2, 3 ഈ 3 നമ്പേഴ്സുകളെ കൊടുക്കും. ഈ 4 നമ്പേഴ്സുകൾ ഇവിടെ കൊടുക്കണം. ഇവിടെ 3 തൊട്ട് 10 എന്ന് പറഞ്ഞാൽ 3 കൊടുക്കുമ്പോഴും 4 കൊടുക്കുമ്പോഴും അപ് ടു 5 തൊട്ട് എവിടെ വരെയാ 10 വരെ ഇവിടെയാ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ടിടത്ത് വന്നിട്ട് 3 ആ കോമൺ ആയിട്ട്. അപ്പൊ ഈ ഇവിടെ 3 ആണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ 0 തൊട്ട് 2 വരെ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വരെ 0 വരാം, 1 വരാം, 2 വരാം. ഇവിടെ കൊടുക്കണം. ഇവിടെ 2 തൊട്ട് 10 വരെ. അപ്പൊ ഇവിടെയും 2 വരുന്നുണ്ട്. 2 ഉണ്ട്. 2 ഈക്വൽ ഉണ്ട് 2 തൊട്ട് 2, 3, 4 അപ് ടു 10 വരെ. അപ്പൊ ഇത് ഇവിടെ കൊടുക്കണം. ഓക്കെ. അപ്പൊ ഞാൻ അത് എഫിനെ കുറിച്ചുള്ള ഓർഡേറ്റ് പേര് പറയാം. ഒന്ന് 0 കൊടുക്കാം. 0 എളുപ്പം പറയാം സ്പീഡ് കേട്ടോ. 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 തൊട്ട് 3 വരെ ഇവിടെ. അപ്പൊ 0 കൊടുക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 0 സ്ക്വയർ 0. അടുത്ത 1 കൊടുക്കുമ്പോൾ എത്ര മന കിട്ടുന്നത്? 1 സ്ക്വയർ 1 ആ. അടുത്ത 2 കൊടുക്കുമ്പോൾ എത്ര മന? എക്സിനെ വെച്ച് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ കൂടെ കിട്ടുന്ന എത്ര മനെ? 4 2 4. ശരിയല്ലയോ? ഈ 2 ഇങ്ങനെ 4 2 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കും 2 സ്ക്വയർ 4. അടുത്ത 3 കൊടുക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 3 9. തീർന്നില്ല. ഇവിടെ ഇനി അടുത്ത ഇവിടെ തൊട്ട് കൊടുക്കണം കേട്ടോ. 3 വരെ ഇവിടെ. ഇനി ഇവിടെ പിന്നെയും 3 തൊട്ട് ഇവിടെ. 3 തൊട്ട് വരും നോക്കിക്കാൻ മനെ. ഇവിടെ 3 4 അപ് ടു 10 വരെയാ. അപ്പൊ ഈ 3 ഇവിടെയും കൊടുക്കണം കേട്ടോ. 3x 3 കൊടുക്കുമ്പോൾ എന്താ? ഇനി 3 കൊടുക്കാൻ പോവാണെ ഒന്നുകൂടെ 3 കൊടുക്കാൻ പോവാ. 3 ഇവിടെയും പറഞ്ഞിട്ടുണ്ട് 3 ഉണ്ടല്ലോ. 3 into 3 അവിടെ എക്സിന്റെ പ്ലേസിൽ ഈ 3 കൊടുക്കുമ്പോൾ 3 into 3 9. അടുത്ത 4 കൊടുക്കുമ്പോൾ എന്താ കിട്ടും നോക്കിക്കേ. 4 കൊടുക്കുമ്പോൾ 4 12 എന്ന് കിട്ടും. ശരിയല്ലയോ? 4 കൊടുക്കുമ്പോൾ 3 into 4 12. ഇനി അങ്ങോട്ട് കൊടുക്കാം. അത് വേണ്ട. ഇപ്പൊ നോക്കിക്കേ 3 9. നിങ്ങൾ 3 തുടങ്ങുന്ന 2 പേരുണ്ട്. പക്ഷെ രണ്ടും സെയിം ആണ്. കണ്ടോ? 3 9 3 9 സെയിം ഓർഡേഡ് പേര്. നമുക്കറിയാം ഒരു സെറ്റിനുള്ളിൽ റെപ്പിറ്റേഷൻ പാടില്ല. അപ്പൊ 3 9 2 ടൈംസ് വന്നു. 3 9 3 9 ആ. രണ്ടും സെയിം ഓർഡേഡ് പേരാ. 3 9 3. അതുകൊണ്ട് ഒന്നിന്റെ ആവശ്യമില്ല. ഒന്നിനെ നമുക്ക് ഉറപ്പായിട്ടും കളയാം. 3 9 3 9 രണ്ടും സെയിം അല്ലയോ? അപ്പൊ റെപ്പിറ്റേഷൻ പാടില്ലാത്തതുകൊണ്ട് ഒരാളെ കളയാം. അപ്പൊ ഇപ്പൊ നോക്കിക്കേ ഇയാളുടെ ഫംഗ്ഷൻ ആണോ അല്ലയോ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ട്? 0 തുടങ്ങുന്ന ഒരാള്, 1 തുടങ്ങുന്ന ഒരാള്, 2 തുടങ്ങുന്ന ഫസ്റ്റ് നമ്പർ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഇതേപോലെ ഫസ്റ്റ് നമ്പർ റിപ്പീറ്റ് ചെയ്തിട്ട് 2 5 2 7. അതേപോലെ ഒരേ നമ്പർ തുടങ്ങുന്ന 2 ഒരേ പേരില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടി 3 തുടങ്ങുന്ന 2 കിട്ടി. പക്ഷെ 2 സെയിം ആയിരുന്നു. 3 9 3 9 ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരാളെ കളയാം. പക്ഷെ 3 9 3 7 ആണെങ്കിൽ കളയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ നമുക്ക് 2 സെയിം ആയതുകൊണ്ട് കളയാം. അപ്പൊ 3 9. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇയാളുടെ ഫംഗ്ഷൻ ആണ് അല്ലേ? ഒരേ. കാരണം എന്തുകൊണ്ടാ? 0 തുടങ്ങുന്ന ഒരാള്, 1 തുടങ്ങുന്ന ഒരാള്, 2 തുടങ്ങുന്ന ഒരാള്, 3 തുടങ്ങുന്ന ഒരാള്, 4 തുടങ്ങുന്ന ഒരാള്, എല്ലാ ഫസ്റ്റ് നമ്പർ എല്ലാം എല്ലാം ഓരോന്ന് വെച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഇനി ജിയെ കുറിച്ച് പറയാൻ പോവാണേ. ജിയുടെ ഓർഡേറ്റ് പേരുകൾ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ 0 തൊട്ട് നമ്മൾ തുടങ്ങുന്നത് 10 വരെയാണ്. അപ്പൊ 0 തൊട്ട് 2 വരെ ഇവിടെ കൊടുക്കണം. 2 തൊട്ട് 10 വരെ ഇവിടെയും കൊടുക്കണം. ക്ലിയർ ആയിട്ട് ഇത്ര സമയമൊക്കെ വേണം ഒരു കാര്യം പഠിക്കാൻ കേട്ടോ. പഠിക്കുക എന്നുള്ളത് ഒത്തിരി ഉണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചേക്കുന്നത് ഒത്തിരി കുറവായതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ടിങ് ബുദ്ധിമുട്ട് തോന്നുന്നത്. ആൾക്കാരെല്ലാം പഠിച്ചു പോകുമ്പോൾ ഒത്തിരി കഴിവുള്ള രീതിയിൽ കൂടെ പഠിക്കണം കേട്ടോ. അല്ല നിങ്ങളെ ചെറിയൊരു ബുദ്ധിമുട്ടാന്ന് കണ്ടുകൊണ്ട് മാറിയിരിക്കാനേ സമയം കാണത്തുള്ളൂ. കുറേ വലിയ ആൾക്കാർ പഠിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ഓട്ടത്തിൽ പങ്കെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും നടുക്കൂടെ തന്നെ ഓടണം. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ പഠിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ കൂടെ 0 തൊട്ട് 2 വരെ. 0 എടുക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 0 എടുക്കുമ്പോൾ 0 സ്ക്വയർ 0. അടുത്തത് 1 കൊടുക്കുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ 1. അടുത്ത 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 2, 4. ശരിയാണല്ലോ? 0 തൊട്ട് 2 വരെ ഞാൻ കൊടുത്തു ഇവിടെ. കണ്ടോ? 0 തൊട്ട് 2 വരെ. ഇനി 2 തൊട്ട് പിന്നെയും ഉണ്ട്. 2 തൊട്ട് 10 വരെ ഇവിടെ 2 ഇവിടെയുണ്ട്. അപ്പൊ 2 അടുത്ത് ഇവിടെ 2 കൊടുക്കുമ്പോൾ കേട്ടോ. ഇവിടുത്തെ രണ്ടാമത്തെ 2 കൊടുക്കുമ്പോൾ എക്സിന് പ്ലസ് 2 കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ചിൽ കൊടുക്കുമ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ 3 into 2 6. അടുത്ത 3 കൊടുക്കും. 3 കൊടുക്കുമ്പോൾ 3 into 3 9. മതി. ബാക്കി അങ്ങോട്ട് കൊടുക്കാം. ഇവിടെ വെച്ച് ഇയാളുടെ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നൊരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 2 4 കണ്ടോ? ഫംഗ്ഷൻ ആണോ അല്ലയോ നോക്കി കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ടാ? 2 തുടങ്ങുന്നത് 2 ഡിഫറെന്റ് ഓർഡേഡ് പേരാ. മറ്റേ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. 3 9 പിന്നെ 3 9 ആയിരുന്നു. സെയിം ആയതുകൊണ്ട് ഒന്ന് കളഞ്ഞു. ഇവിടെ 2 4 2 6 ആണ്. അപ്പൊ ഒരേ നമ്പർ തുടങ്ങുന്ന 2 ഓർഡേഡ് പേരായില്ലയോ? അപ്പോൾ 2 ഹാസ് മോർ ദാൻ 1 ഇമേജ് എന്നായില്ലയോ? 2വിന് 2 ഭാര്യമാരുണ്ട്. 3 2 4 ഉണ്ട്. 2വിന് മറ്റൊരു ഭാര്യ 6 ഉണ്ട്. ഒരാൾക്ക് 2 ഭാര്യ. തെറ്റാണ് കേട്ടോ. ഇവിടെ അങ്ങനെയല്ലായിരുന്നു. ഒന്നുകൂടെ എഴുതിയല്ലോ 3 9. 3യുടെ ഭാര്യ 9 ആയിരുന്നു. അടുത്ത് നോക്കിയപ്പോൾ 3യുടെ ഭാര്യ 9 തന്നെ ആയിരുന്നു. 3 9. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. 2 ഒരേ ആൾക്കാർ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 2 4 2 6 അങ്ങനെ. അപ്പൊ നമുക്ക് this is not a function. അപ്പൊ G is not a function because the element 2 has more than 1 image. Here f is a function because f has only one and only one image. എല്ലാത്തിനും എന്താണ്?
ഓരോ എലിമെന്റ്സിനും ഡിഫിനുള്ളിലുള്ള ഓരോ എലിമെന്റ്സിനും എന്താണ് ഒറ്റ ഇമേജേ ഉള്ളൂ. പക്ഷെ ഇവിടെ 2-ന് 2 ഇമേജ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ G is not a function and F is a function. ആണോ? നമ്മളപ്പോ ഇത്രയൊന്നും ചിന്തിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഇത്രയും സമയം വേണം നിങ്ങളൊന്ന് പഠിപ്പിക്കാൻ. അപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു പീരീഡ് വേണം. അപ്പൊ ഇതൊക്കെ എത്രത്തോളം നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത്രയൊക്കെ ടൈം ഉണ്ടെങ്കിൽ പഠിപ്പിക്കും. ഇതൊക്കെ എക്സാമിന് വന്നു കേട്ടോ. പിള്ളേര് നക്ഷത്രം സ്റ്റാർ എണ്ണിക്കൊണ്ട് ക്ലാസ്സിൽ ഇരിക്കത്തുള്ളൂ. സ്റ്റാർ ആവാനിരുന്നവർ സ്റ്റാർ എണ്ണിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ. പക്ഷെ നിങ്ങളായിരിക്കും ഇത്ര ടഫായിട്ടൊക്കെ വന്നാൽ ഇത്ര ടഫായിട്ട് പഠിച്ചെങ്കിലേ പ്രയോജനമുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളായിരിക്കും ഇത്രയൊക്കെ ടഫായിട്ട് ഞാൻ പഠിക്കണോ? നിങ്ങൾ ഇത്രയും അപ്പുറത്ത് നിന്ന് പഠിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു ജോലി ഉദ്ദേശിക്കുന്നെങ്കിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവനെല്ലാം ബുക്കിലോട്ട് എല്ലാവരും എഴുതണം. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.